ആഗോള പ്രതിരോധ രംഗത്തെ വമ്പന്മാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭാരതം അടുത്ത വലിയ നീക്കത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ടിരിക്കുകയാണ്. വെറും ഒരു 5ാം തലമുറ വിമാനം നിർമ്മിക്കുക മാത്രമല്ല, വരാനിരിക്കുന്ന 6ാം തലമുറ സാങ്കേതിക വിദ്യയെ പോലും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ബ്രഹ്മാണ്ഡ പദ്ധതിയാണ് ഇത്. മോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് ദർശനത്തിന് കീഴിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഒരുക്കുന്ന ഈ അത്ഭുതം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന മോഡുലാർ എഞ്ചിൻ ബേ എന്ന അതിരഹസ്യ സാങ്കേതിക വിദ്യ ലോകത്തിലെ മറ്റൊരു പ്രമുഖ രാജ്യത്തിനും ഇതുവരെ അവകാശപ്പെടാനില്ലാത്തതാണ്. എന്താണ് ഈ വിപ്ലവകരമായ മാറ്റം? നമ്മുടെ രാജ്യം എങ്ങനെയാണ് ആഗോള വ്യോമരംഗത്തെ പുതിയ രാജാവാകാൻ പോകുന്നത്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ AMCA പദ്ധതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിമാനത്തിന്റെ രൂപകൽപ്പനയിൽ മോഡുലാർ എഞ്ചിൻ ബേ എന്ന സവിശേഷമായ സംവിധാനമാണ് ശാസ്ത്രജ്ഞർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഭാവിയിൽ വിമാനത്തിന്റെ അടിസ്ഥാന ഘടനയിൽ യാതൊരുവിധ മാറ്റവും വരുത്താതെ തന്നെ ഇതിൽ എഞ്ചിനുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. നമ്മുടെ ഈ തന്ത്രപ്രധാന മുന്നേറ്റം 2 ഘട്ടങ്ങളായാണ് നടപ്പിലാക്കുന്നത് കേട്ടോ. ആദ്യത്തെ വേരിയന്റ് ആയ MK1ൽ വിശ്വസ്തമായ അമേരിക്കൻ കമ്പനിയുടെ GEF 414 എഞ്ചിനുകളാണ് ഉപയോഗിക്കുക. എന്നാൽ യഥാർത്ഥ കളി തുടങ്ങുന്നത് ഇതിന് ശേഷമുള്ള MK2 വേരിയന്റിലാണ്. MK2ലേക്ക് എത്തുമ്പോൾ ഭാരതം ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് തികച്ചും തദ്ദേശീയമായ ഒരു സൂപ്പർ എഞ്ചിൻ വികസിപ്പിച്ചെടുക്കുമെന്നതാണ്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. നമ്മൾ നിർമ്മിക്കുന്ന ഈ എഞ്ചിന്റെ പുറം ഭാഗം ഒരു സെമി പെർമനന്റ് കവചമായിരിക്കും. ഇതിനുള്ളിലെ കംപ്രസറുകളും ടർബൈനുകളും സാങ്കേതിക വിദ്യ മാറുന്നതനുസരിച്ച് വളരെ എളുപ്പത്തിൽ ഊരി മാറ്റി പുതിയവ സ്ഥാപിക്കാൻ കഴിയുമെന്നതാണ്. 2040 ലോകം 6ാം തലമുറയിലെ വേരിയബിൾ സൈക്കിൾ എഞ്ചിനുകളിലേക്ക് മാറും എന്നതും എടുത്തു തന്നെ പറയണം. അക്കാലത്ത് പുതിയൊരു വിമാനം നിർമ്മിക്കാൻ കോടികൾ ചെലവഴിക്കുന്നതിന് പകരം ഈ ഒരൊറ്റ വിമാനത്തിൽ തന്നെ ആ സാങ്കേതിക വിദ്യ സ്ഥാപിക്കാൻ നമ്മുടെ ഭാരതത്തിന് സാധിക്കുമെന്നതാണ്. ആവശ്യാനുസരണം ഉയർന്ന വേഗതയിലേക്കും അതേസമയം ഇന്ധനം ലാഭിക്കാവുന്ന ക്രൂയിസ് മോഡുകളിലേക്കും സ്വയം മാറാൻ കഴിയുന്ന ഒരു അത്ഭുത പ്രതിഭാസമായി നമ്മുടെ വിമാനം മാറുമെന്നതാണ് കേട്ടോ. ഇതിനായി ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ് വരെ അവരുടെ അത്യാധുനിക എഞ്ചിൻ നിർദ്ദേശങ്ങളുമായി ഇന്ത്യയെ സമീപിച്ചു കഴിഞ്ഞു എന്നത് നമ്മുടെ നയതന്ത്ര സ്വാധീനത്തിന്റെ വലിയൊരു തെളിവ് കൂടിയാണ്. ഈ ഒരു പദ്ധതിയിലൂടെ ഭാരതത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടം എന്തെന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ ബൗദ്ധിക സ്വത്തവകാശം, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് നമ്മുടെ രാജ്യത്തിന് മാത്രമായിരിക്കും എന്നതാണ്. ഭാവിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനോ മറ്റാവശ്യങ്ങൾക്കോ വിദേശ രാജ്യങ്ങളുടെ അനുവാദത്തിനായി നമ്മൾ കാത്തു നിൽക്കേണ്ട ആവശ്യമേ വരില്ല. സാങ്കേതിക വിദ്യ വെറും എഞ്ചിനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വരും കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാങ്കേതിക വിദ്യ, അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും എന്നതും എടുത്തു തന്നെ പറയണം. 2040 എത്തുമ്പോൾ ഈ വിമാനം ആകാശത്ത് തനിയെ പറക്കുന്ന മനുഷ്യനില്ലാ ഡ്രോണുകളെ നിയന്ത്രിച്ചുകൊണ്ട് തന്ത്രപരമായ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുമെന്നതും എടുത്തു തന്നെ പറയണം. പൈലറ്റിന്റെ സുരക്ഷിതത്വം പൂർണ്ണമായി ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ അയൽരാജ്യങ്ങൾ ആകാശത്ത് പുതിയ തരം വിമാനങ്ങൾ വിന്യസിക്കാൻ ഒരുങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം തികച്ചും സമയബന്ധിതവും തന്ത്രപരവുമായതാണ്. നിലവിലുള്ള വെല്ലുവിളികളെ നേരിടാൻ മാത്രമല്ല, ഭാവിയിൽ വരാൻ പോകുന്ന എന്തിനേയും മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ ഭാരതം സജ്ജമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശക്തമായ പിന്തുണയോടെ DRDO, HAL എന്നിവയ്ക്കൊപ്പം ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കമ്പനികളും ഈ പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട്. ഇത് നമ്മുടെ ആഭ്യന്തര വ്യവസായ മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടം കൂടിയാണ് സമ്മാനിക്കുന്നതെന്ന അഭിമാനത്തോടു കൂടി നമുക്ക് ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ ഈ എഞ്ചിൻ സാങ്കേതിക വിദ്യ വെറും ഒരു ശാസ്ത്രീയ നേട്ടം മാത്രമല്ല, മറിച്ച് 21ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ആകാശക്കരുത്ത് ഉയർത്തിപ്പിടിക്കാനുള്ള തന്ത്രപരമായ ദൗത്യം കൂടിയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ തീരുമാനങ്ങളും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും ഇതിന് പിന്നിലുണ്ട്. ഭാരതത്തിന്റെ ഈ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.